ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയോടോപ്പി. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ XD റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അപ്പം നമ്മൾ ഇതിനു മുന്നേ XD പരിചയപ്പെട്ടു. XDൻ്റെ പ്രീവിയസ് എപ്പിസോഡൊക്കെ കാണാത്തവരുണ്ട്, കാണാൻ ഞാൻ മുകളിൽ ലിങ്ക് കൊടുക്കാം. അപ്പം XDൻ്റെ നമ്മൾ ഈ ഇൻ്റർഫേസ് പരിചയപ്പെടുന്ന കൂട്ടത്തിൽ നമ്മൾ അസറ്റ്സ് പാനൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ അസറ്റ്സ് പാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അസറ്റ്സുകൾ, കോമ്പണൻറ്റുകൾ, അതുപോലെ കളേഴ്സ്, ഫോണ്ട് എന്നൊക്കെ നമുക്ക് എന്താക്കാം, അതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പം ഈ അസറ്റ്സ് പാനലിൽ നമ്മൾ കളറിന് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കളറ് നമ്മൾ പലതരം റാൻഡംലി കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കളറിന് പ്രൈമറി കളർ, സെക്കൻഡറി കളർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളർ പാലറ്റിലേക്ക് നമ്മൾ കളർ ആഡ് ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെ ആഡ് ചെയ്യുന്ന കളറ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് കളറിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ ശരിക്കും. അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ഈ റീയൂസ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് നമുക്ക് ഡൈനാമിക് വേയിൽ കളറ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, വീഡിയോയിൽ അപ്പോൾ ഞാൻ XD ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ XDയിൽ ഞാനൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ആർട്ട് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പം ആർട്ട് ബോർഡിൽ ഞാൻ കുറച്ച് ഒബ്ജക്റ്റോ എലമെൻസോ ഞാൻ ആഡ് ചെയ്യാണ്. അപ്പം ഇതുപോലെ ഞാൻ ഇവിടെ ഒരു ബോക്സ് ഇട്ടു. ഈ ഒരു ബോക്സ് ഇവിടെ ഞാനൊരു 2 ബോക്സ് ഇടാം. ഓക്കെ, 2 ബോക്സ് ഇട്ടു. അപ്പം ഇതിന് ഞാൻ എന്താക്കാണ്, ഒരു കളറ് ഫില്ല് ചെയ്യാണ്, ഒരു ബ്ലൂയിഷ് കളറ് ഫില്ല് ചെയ്യാണ്. ഓക്കെ, ഇത് ഞാൻ ഔട്ട്ലൈനൊക്കെ ഒഴിവാക്കി. ഈ ഒരു 2 കളറുണ്ട്. അപ്പം ഈ ഒരു കളറ് ഞാൻ എന്താക്കാണ്, പ്രൈമറി കളറായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്. കളറിൽ ഇവിടെ അസറ്റ്സ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ അസറ്റ്സിൽ ഞാൻ ഈ ഒരു കളർ ആഡ് ചെയ്തിട്ടുണ്ട്, അതിനെ ലിസ്റ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം കളറിൻ്റെ എക്സ് കോഡാണ് ഇവിടെ ഉള്ളത്. അത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് പ്രൈമറി ആക്കുകയാണ്. പ്രൈമറി കളർ ഒരു കളറേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ എന്താക്കാണ്, ഈ 2 ബോക്സും സെലക്ട് ചെയ്ത് പ്രൈമറി കളർ അപ്ലൈ ചെയ്തു. ബോർഡർ വേണ്ട എനിക്ക്. ഓക്കെ, അപ്പം ജസ്റ്റ് ഒരു 4 പീസ് ഇങ്ങനെ ഞാൻ കുറച്ച് എലമെൻറ്റ്സ് ഒരു ആർട്ട് ബോർഡിലിട്ടു. ഇനി ഇതുപോലെ ഞാൻ അടുത്തൊരു ആർട്ട് ബോർഡ് എടുത്തു. അതിൽ ഞാനൊരു സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിൾ വരച്ചു. അതിന് ഞാൻ പ്രൈമറി കളർ കൊടുത്തു. ഇതൊന്നും ബോർഡർ ആഡ് ചെയ്യുന്നില്ല ഞാൻ. പിന്നെ അടുത്തൊരു പേജ്. അപ്പം ഇത് നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ പേജും ഓരോ സ്ക്രീൻസ് അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് വെബ് സ്ക്രീൻസ് എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൽ ഞാനൊരു ത്രികോണം ആഡ് ചെയ്യാണ്. ഓക്കെ, ആഡ് ചെയ്തു. പിന്നെ ഞാൻ ഒരു പേജും കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിൽ ഞാൻ എന്താ പറയുക, ഒരു ബോക്സും കൂടെ ആഡ് ചെയ്തു. മതി, ഇത്രയും മതി. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാണ്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ക്രീൻസ് നമ്മൾ ഡിസൈൻ ചെയ്യും. അതായത് ഹോം സ്ക്രീന്, ബോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് ഓരോ ചെറിയ സ്ക്രീൻസും മൈക്രോ ആനിമേഷൻസും പ്രോട്ടോടൈപ്പിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറേ അധികം സ്ക്രീൻസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സ്ക്രീൻസ് മീൻസ് പേജസ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഒരു പേജിലുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു പേജിൽ വരുന്ന കളേഴ്സ്, കാര്യങ്ങൾ കുറേ അധികം ഉണ്ടാവും. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയടിക്ക് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ അസറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു കളർ പാലറ്റിൻ്റെ യൂസേജ്. അപ്പം ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇപ്പം ഇവിടെയൊക്കെ നമ്മളൊരു ബ്ലാക്കാണ് ഉള്ളതെങ്കിൽ നോർമലി നമുക്ക് പ്രൈമറി കളർ കൊടുക്കണമെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി കളർ ആഡ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറൊരു ഒരു ഡൈനാമിക് വേ ഉണ്ട് നമുക്ക് ഡിസൈൻ എലമെൻറ്റ്സിനെ ഡൈനാമിക്കലി ചേഞ്ച് ചെയ്യാൻ. അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തു, കളറൊക്കെ ഫില്ല് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് പറയുന്നത് നമുക്ക് ഈ കളറ് ഒരു ബ്ലൂന്ന് റെഡിലേക്ക് മാറ്റണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിലേക്ക് മാറ്റണമെങ്കിൽ ഒരു 10-20 സ്ക്രീൻസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണെങ്കിൽ നമ്മൾ ഓരോ സ്ക്രീൻസിലും വന്നിട്ട് ഇതിനെ റെഡാക്കണം. ഇതുപോലെ ഞാൻ എന്താക്കുന്നു, റെഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ അടുത്ത സ്ക്രീനിൽ പോയി ഇതിനെയൊക്കെ റെഡാക്കണം. അപ്പം
ആ ഒരു എന്താ പറയുക റീടാസ്ക്, അതായത് നമ്മൾ ചെയ്ത അത്രയും എഫേർട്ട് പിന്നെ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കാനാണ് നമുക്ക് ശരിക്കും ഈ അസറ്റ്സിൻ്റെ യൂസേജ് ഉള്ളത്. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൈമറി കളറാണ് ആഡ് ചെയ്തതെങ്കിൽ, അതാണ് പറയുന്നത് ആഡ് ചെയ്തതെങ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസറ്റ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റ്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പം ഈ പ്രൈമറി കളറാണ് ആഡ് ചെയ്തതെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് കൊടുക്കുക, ജസ്റ്റ് ഏത് കളറാണോ വേണ്ടത് ആ കളർ കൊടുക്കുമ്പോൾ കണ്ടോ എല്ലാ പേജിലെയും കോമ്പണൻറ്റ് അല്ലെങ്കിൽ എല്ലാ പേജിലെ ഒബ്ജക്റ്റിൻ്റെ കളറും പിങ്കിഷായി, ബ്ലാക്കായി. അപ്പം എന്താ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഓരോ പേജിൽ പോയി മാറ്റുന്നതിന് പകരം ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് പ്രൈമറി കളർ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താക്കിയാൽ മതി, ഗ്രീൻ ആക്കിയാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു കളർ പാലറ്റിൻ്റെ യൂസേജ്. ശരിക്കും ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പൊതുവെ ഞാനൊക്കെ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെന്താക്കും, ഇതിൽ ഒരു കളർ ആഡ് ചെയ്യാൻ വേണ്ടി അത് ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിടും. ആ കളർ കിട്ടാൻ വേണ്ടി, പിന്നീട് മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കളർ പാലറ്റിലേക്ക് ആഡ് ചെയ്യും. പക്ഷേ അതല്ല അതിൻ്റെ യൂസേജ്. നമുക്ക് ഇതിനെ ഡൈനാമിക് വേയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ പല പേജിലുള്ള കോമ്പണൻറ്റിൻ്റെ കളറും നമ്മൾ പ്രൈമറി കളറായി യൂസ് ചെയ്തെങ്കിൽ നമുക്ക് എന്താക്കാം, ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സോൾവ് ചെയ്യും. രീതിയിലാണ് നമ്മൾ കളർ പാലറ്റ് റീയൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ലാർജ് സ്കെയിൽ പ്രൊജക്റ്റൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കളർ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. അതുപോലെ നമ്മളെ ഡിസൈൻസ് കുറച്ചും കൂടി എന്താ പറയുക, പ്രൊഫഷണലും ഡൈനാമിക് വേയിലും നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയുള്ള അങ്ങോട്ടുള്ള വലിയ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അസറ്റ്സ് പാനൽ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കളറൊക്കെ ഈ രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എന്താ പറയുക എളുപ്പമായിരിക്കും. ഇൻ കേസ് ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണ്, ഇപ്പോൾ ക്ലയൻറ്റ് പറയുക നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 80% 90% ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ക്ലയൻറ്റ് പറയുകയാണ് പെട്ടെന്ന് എനിക്ക് എന്താക്കണം, ബ്രാൻഡ് കളർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ബ്രാൻഡ് കളർ മാറ്റണം, എനിക്ക് ബ്ലൂ എന്നുള്ളത് റെഡ് ആക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കേസുകൾ നോർമലാണ്, കേസുകളൊക്കെ വരാറുണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ സ്ക്രീനിലും പോയിട്ട് കളർ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വലിയ ടാസ്ക് ആയിരിക്കും. കാരണം വലിയ പ്രൊജക്റ്റൊക്കെ ആണെങ്കിൽ ഒരു അറൗണ്ട് 20-25 സ്ക്രീൻസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഓരോ സ്ക്രീൻസും പോയിട്ട് കളർ ചേഞ്ച് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള ടാസ്ക് തന്നെയാണ്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഡൈനാമിക് വേയിൽ കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ് ആയിരിക്കും. വൺ പ്ലേസിൽ കളർ മാറ്റിയാൽ അക്രോസ് ഓൾ കളർ മാറും. അപ്പം എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീക്കാണ്. സീ യു.